ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്കും കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ, അങ്ങനെ റാഹത്തായി പോണു. അപ്പോൾ ഇന്ന് രാവിലത്തെ ഒരു മോർണിംഗ് വ്ളോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. ഒരു 10 മണിക്ക് ശേഷമുള്ള വീഡിയോ ആണിത്. അപ്പോൾ കുട്ടികളൊക്കെ പോയി സുഡൂണ് ഞാനൊരു 9:30 ആകുമ്പോഴേക്കും വണ്ടിയൊക്കെ കയറ്റി വന്നു. ആ വീട്ടിലെത്തിയ സമയത്താണ് മീൻകാരൻ്റെ സൗണ്ടൊക്കെ കേട്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ ദിവസം മീൻ മേടിച്ചിട്ട് അങ്ങനെ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നാക്കണ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്ന് വെച്ചാൽ അവൾ കുറച്ച് കുറുമ്പും തരികിടകളൊക്കെ ഒപ്പിച്ചിട്ടുണ്ടായിരുന്ന സമയത്ത് പാത്തൂസ്. അപ്പോൾ ആ കാരണം കൊണ്ട് ആ വീഡിയോ ഒക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. പിന്നെ ബാക്കി അതിന് ശേഷമുള്ള വീഡിയോകളാണ് കേട്ടോ. അപ്പോൾ ഞാൻ മീൻ നന്നാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇരുമ്പുളി ഇട്ടിട്ടാണ് വെക്കുന്നത് കേട്ടോ. തേങ്ങ അരച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ തേങ്ങയൊക്കെ ചിരവി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഇരുമ്പുളി ഒന്ന് നന്നാക്കി മാറ്റി വെച്ചു കേട്ടോ. ഇനി നാളികേരം നമുക്ക് വേഗം അരച്ചെടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറൊക്കെ കഴുകിയെടുത്ത് വന്നിട്ടുണ്ട്. തേങ്ങ നേരത്തെ ചിരവി വെച്ച കാരണം കൊണ്ട് തന്നെ ആ പണി അങ്ങോട്ട് കുറഞ്ഞല്ലോ. അപ്പോൾ അവൾ കുറച്ച് നേരം ഒന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ ചിരവി വെച്ചതാണ്. അപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അത് അരയ്ക്കാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് ഞാനൊന്ന് അരച്ചെടുക്കുകയാണ്. പിന്നെ എന്താ പറയുക, സുഡുവിൻ്റെ ബർത്ത്ഡേ ഒന്നും അങ്ങനെ അത്ര ആഘോഷമായിട്ടൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് തട്ടിമുട്ടി ചെറിയൊരു ഇതായിട്ട് കഴിച്ചത് കേട്ടോ. എന്താ വെച്ചാൽ എൻ്റെ ഉപ്പച്ചി മരിച്ചിട്ട് ഇപ്പോൾ ഒരു വർഷമായിട്ടില്ല, ഒരു വർഷം തികഞ്ഞിട്ടില്ല. അതും പിന്നെ ഇക്കവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കൂടി ബർത്ത്ഡേ അങ്ങനെ വലിയ ആഘോഷമൊന്നുമായിട്ട് കഴിച്ചിട്ടില്ല കേട്ടോ. പിന്നെ സുഡാപ്പിക്ക് എന്താ പറയുക, അവിടെ തൊട്ടടുത്ത് തന്നെ ബിന്ദമ്മ എന്ന് പറയണത് ആദ്യം തന്നെ ചെറുപ്പത്തിൽ ഇവിടെ വന്നപ്പോൾ തൊട്ട് തന്നെ അവനെ കൊണ്ട് നടന്നിരുന്ന ആളാട്ടോ. ഞാൻ പണിയെടുക്കുമ്പോഴൊക്കെ അവരെ വീട്ടിൽ തന്നെ പോയിരിക്കുക, ഉണ്ണിനെ നോക്കിയിരുന്നതൊക്കെ അവർ തന്നെയാണ് കേട്ടോ. അപ്പോൾ അമ്മ അച്ഛൻ എന്നാണ് അവൻ വിളിക്കാറ് കേട്ടോ, അവർ രണ്ടാളും. അപ്പോൾ അവന് മിഠായിയൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആൾ. പിന്നെ തൊട്ട് മുമ്പിൽ തന്നെ ഇപ്പോൾ പുതിയ വാടകക്കാർ വന്നെന്ന് പറഞ്ഞില്ലേ, അവന് വാച്ച് കൊടുത്തു. പിന്നെ ഇക്കാക്കയുടെ വക ഒരു വലിയൊരു മിഠായി ഗിഫ്റ്റായി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനൊന്നും മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ കയ്യിൽ പൈസയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഇന്നലെയാണ് കേട്ടോ അവന് കുറച്ച് പായസം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബർത്ത്ഡേയുടെ അന്ന് വെച്ചില്ല. അന്ന് ഞങ്ങൾ തൃശ്ശൂർക്കൊക്കെ പോയി നേരം വൈകി വീട്ടിലെത്തുമ്പോൾ. അപ്പോൾ പിന്നെ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെയാണ് കുറച്ച് പായസമൊക്കെ വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ആൾ പിന്നെ ഹാപ്പി ആയിരുന്നു, വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആൾ പറഞ്ഞിട്ടുള്ളത് വേറൊരു കാര്യമായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ കുറച്ച് മുമ്പ് സാധിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആഗ്രഹം ബർത്ത്ഡേക്ക് വേണമെന്ന് പറഞ്ഞ കാര്യം. പക്ഷെ ഒരു ദിവസം ഞങ്ങൾ പൈസ ഉള്ളപ്പോൾ സമയത്ത് ഞങ്ങളൊരു കാര്യം സാധിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ലാസ്റ്റ് ഞാൻ കാണിക്കാം കേട്ടോ എന്താണെന്നുള്ളത്. പിന്നെ അപ്പോൾ നാളികേരമൊക്കെ അരച്ച് ഞാൻ കറിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി മീൻ പൊരിക്കാനുള്ളത് കുറച്ചെടുത്ത് മാറ്റി വയ്ക്കുകയാണ്. അപ്പം അങ്ങനെ ബാക്കിയുള്ളത് ഞാൻ കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി മീനിലേക്ക് നമുക്ക് മസാലയൊക്കെ ഒന്ന് പുരട്ടി വയ്ക്കാം. പാത്തൂസിന് ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ അവളങ്ങനെ ഇരുന്ന് കളിക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ കുപ്പിപ്പാട്ട പെറുക്കാനൊക്കെ ആൾക്കാർ വരില്ലേ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ അവരെ വണ്ടിയുടെ സൗണ്ട് കേട്ടപ്പോൾ ആൾ വേഗം അടുപ്പിൻ്റെ ഇടം വന്ന് കയറിയിരുന്നു കേട്ടോ. മീൻ വണ്ടി പോകുമ്പോൾ പിന്നെ കുപ്പിപ്പാട്ട പേപ്പർ ഉണ്ടോ എന്നൊക്കെ വിളിച്ച് ചോദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആൾ കരഞ്ഞിട്ട് ഓടി വരും കേട്ടോ. ആൾക്ക് ഭയങ്കര പേടിയുള്ള കാര്യം അത്. അപ്പോൾ അങ്ങനെ ആൾ അടുപ്പിൻ്റെ ഇടം കയറി ഇരുന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ വേഗം മീനിൽ ഒന്ന് വരഞ്ഞ് വെച്ചിട്ടൊന്ന് മസാലയൊക്കെ ഒന്ന് പുരട്ടി വേഗം തന്നെ അപ്പം തന്നെ ഇതാക്കി എടുക്കാട്ടെ. ഇനിയിപ്പോൾ കുറച്ച് നേരം വൈകിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇനി അധികം നേരം വെക്കണമൊന്നുമില്ല. അപ്പോൾ മസാല പുരട്ടുന്ന സമയത്ത് ഞാൻ പാത്തൂസിന് മാത്രമായിട്ട് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടിയും വേറെ സെപ്പറേറ്റ് ഇടുന്നുണ്ട്. ഞങ്ങൾക്ക് വേറെ ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് അധികം എരിവുള്ളത് അവൾ കഴിക്കില്ലല്ലോ. അങ്ങനെ അവൾക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് പൊടി ഒക്കെ പേരിന് വേണ്ടിയിട്ട് മാത്രം ചേർത്തിട്ട് അവൾക്ക് വേറെ ഞാൻ മസാല ആക്കുകയാണ്. അങ്ങനെ ഞങ്ങൾക്കുള്ള മസാല ഞങ്ങൾ വേറെ ആക്കുന്നുണ്ട്. ആദ്യം അവളുടെ ഒന്ന് പരട്ടിയിട്ടൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് അതിന് ശേഷം പിന്നെ നമുക്കുള്ളത് ആക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അവൾക്കുള്ള മീൻ ഞാനൊന്ന് മസാല പരട്ടി മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, ഇപ്പോൾ നല്ല ചൂട് സമയമാട്ടോ ഇവിടെ. അപ്പോൾ അത് കാരണം കൊണ്ട് പാത്തൂസിന് ഉറക്കമൊക്കെ ഭയങ്കര കുറവാട്ടോ. ഷീറ്റായ കാരണം കൊണ്ട് നല്ല ചൂട് കൂടുതലാണ്. അപ്പോൾ അത് കാരണം അവൾക്ക് ഭയങ്കര ഉറക്കവും, കുറച്ച് നേരം കിടന്ന് ഉറങ്ങുള്ളൂ. പക്ഷെ ഇന്നലെ എന്താണെന്നറിയില്ല, ആൾ നല്ല സുഖമായി കുറേ നേരം കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനങ്ങനെ ജനലും അങ്ങനെ തുറന്നിടാറില്ല കേട്ടോ. ഇവിടെയൊക്കെ പാമ്പിൻ്റെ ശല്യമൊക്കെ ഉള്ള സ്ഥലമൊക്കെയാണ്. അത് കാരണം കൊണ്ട് ജനലൊന്നും അങ്ങനെ തുറന്നിടാറില്ല. തുറന്നിട്ട് കഴിഞ്ഞാൽ പേടിയാണ്. എന്തെങ്കിലും കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങണതല്ലേ. പുണ്ണി കട്ടുമ്പോൾ കിടക്കുമ്പോൾ എന്തെങ്കിലും കഴിഞ്ഞ് കയറിയാൽ അറിയില്ലല്ലോ.
കാരണം അങ്ങനെ തുറന്നിടാറില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് നേരം ഉറങ്ങുള്ളൂ. പിന്നെ 2 ഫാൻ ഉണ്ടായിരുന്നു ഒരകത്ത് കേട്ടോ. ആ 2 ഫാൻ ഇട്ടിട്ടാണ് അവളൊക്കെ എടുത്താറ്. പക്ഷേ ഒരു ഫാൻ ഇപ്പോൾ കേടായി. ഇപ്പോൾ കാറ്റും കുറവാണ്. അത് കാരണം കൊണ്ട് അധികം നേരം കിടന്ന് ഉറങ്ങിയില്ല. പിന്നെ ഷീറ്റിൻ്റെ മുകളിൽ കാക്കകളൊക്കെ വന്ന് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ടാണ്. അപ്പോൾ അവൾ വേഗം എണീക്കുകയും ചെയ്യും. ഞാൻ പരമാവധി ഞാൻ TV ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കും. അപ്പോൾ അവൾ ആ സൗണ്ട് കാരണം കൊണ്ട് അങ്ങനെ കിടന്ന് ഉറങ്ങിക്കോളും. അങ്ങനെ ചെയ്യാറ് കേട്ടോ. അപ്പം അങ്ങനെ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ മീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മീനും കറിയൊന്ന് കാച്ചിയാണ്. ഒന്ന് കാച്ചിയൊന്ന് കറിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് വേഗം മീനൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ അതിനിടയിൽ ചോറ് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറ് വറുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്ന് വറുത്തെടുക്കണം. ഇത് ഇന്നലെ ഞാൻ പൂരി ഉണ്ടാക്കിയപ്പോൾ ബാക്കിയുള്ള ഓയിലാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ മീൻ പൊരിക്കാനായിട്ട് എടുത്തത്. പിന്നെ ഇന്നിപ്പോൾ എന്താ പറയുക, വേറെ വിശേഷങ്ങളായിട്ട് എന്താ പറയുക, ഇപ്പോൾ ദിലുവിന് ഇന്ന് തൊട്ട് ദിലു ക്യാമ്പിന് പോകുന്നുണ്ട്. കുറച്ച് ദിവസമായിട്ട് ആൾ മുടക്കായിരുന്നു. ആൾക്ക് കാല് പൊട്ടിയിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട് നഖത്തിൻ്റെ സൈഡ്. അപ്പോൾ മാഷ് പറഞ്ഞു ഇനിയിപ്പോൾ 2-3 ദിവസത്തേക്ക് കളിക്കേണ്ട, റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ 2 ദിവസം പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആൾ ഇന്ന് വരുമ്പോൾ എന്തായാലും നേരം വൈകും വരാനായിട്ട്. 6 മണി ചിലപ്പോൾ 6:15 ആവും വരുമ്പോൾ. വന്നതോടുകൂടി ആൾ കുളിച്ചങ്ങനെ തന്നെ കയറി പിന്നെ ഭക്ഷണം കഴിച്ച് പിന്നെ അങ്ങനെ പഠിക്കാനൊക്കെ ഇരിക്കും. ട്യൂഷന് പോയായിരുന്നു. ഇപ്പോൾ 2 ദിവസമായിട്ട് ട്യൂഷൻ നിർത്തിയ ആൾ നേരം വൈകി വരുത്തും. ആൾക്ക് ഒക്കെ കൂടി പറ്റണില്ല. ഞാൻ ട്യൂഷൻ നിർത്തി ഇപ്പോൾ വീട്ടിലിരുന്നിട്ട് തന്നെയാണ് പഠിക്കുന്നത് കേട്ടോ. അങ്ങനെ മീൻ വറുക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി വേഗം ചോറൊന്ന് വറുക്കണം. കഴിഞ്ഞിട്ട് വേഗം ഓടിപ്പോയി ഒന്ന് കുളിച്ചിട്ട് വേണം, എന്നിട്ട് വേണം പാത്തൂസിന് ചോറ് കൊടുത്തിട്ട് അവളൊന്ന് കുറച്ച് നേരം കിടത്തി ഉറക്കാനും. അപ്പോൾ ഈ ഫാന് നാശമായ കാരണം കൊണ്ട് ഞാൻ പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് അവളെ ഉറക്കാറ്. അപ്പം എന്ന് വെച്ചാൽ പെട്ടെന്ന് സൗണ്ട് ഉണ്ടാവും, കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ പണിയെടുക്കുന്ന സമയത്ത് വല്ല സൗണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ അവൾ വേഗം എണീക്കും. അപ്പോൾ ഈ പണികളൊക്കെ ഒന്ന് ഒതുക്കി അവളെ കിടത്തി ഉറക്കുകയാണെന്നുണ്ടെങ്കിൽ സൗണ്ടും ഉണ്ടാവില്ല, ആൾ കിടന്ന് ഉറങ്ങിക്കോളും ചെയ്യും. അപ്പം അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ വേഗം ഒന്ന് പോയി കുളിക്കണം. അപ്പം അങ്ങനെ മീനൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാനും പാത്തൂസും ഒന്ന് ഓടിപ്പോയി ഒന്ന് കുളിച്ചിട്ട് ഓടി വരാം. ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സുഡാപ്പിക്ക് ഞാൻ ബർത്ത്ഡേക്ക് ഒരു സാധനം മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുമ്പ് ഞങ്ങൾ ഈ ഒരു ആഗ്രഹം സാധിച്ചു കൊടുത്തതാണ് കേട്ടോ. അവനെന്നും പറയായിരുന്നു എനിക്ക് ലവ് ബേഡ്സിനെ വേണം, ലവ് ബേഡ്സിനെ. അതിന് ലവ് ബേഡ്സ് എന്ന് പറയാൻ അറിയാത്ത കാരണം കിളീനെ മതി എന്ന് പറയും. അപ്പോൾ ഈ വീട്ടുമുറ്റത്തൊക്കെ ഇങ്ങനെ ചെറിയ കിളികളിങ്ങനെ പറന്ന് നടക്കുമ്പോൾ പറയും അതിനെ പിടിച്ച് കൂട്ടിലാക്കാമെന്നൊക്കെ പറയിട്ട് ആൾ. അപ്പം അങ്ങനെ കുറേ നാളായി പറയണം. അപ്പോൾ ഒന്ന് ബർത്ത്ഡേ ആണ്. അപ്പോൾ ആൾ പറഞ്ഞു ബർത്ത്ഡേക്ക് മേടിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഇനി പൈസ ഉണ്ടായില്ലെങ്കിലും വിചാരിച്ച് ഞങ്ങൾ 2 ആഴ്ച മുമ്പ് തന്നെ മേടിച്ചു കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ ഇതിൽ വീഡിയോയിലൊന്ന് പറയാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ റിലേറ്റീവ്സ് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.